കാണുമ്പോഴേ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, ഈ ഡിസംബറും ഈ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വല്ലാത്ത വികാരമാണ്. ഏത് ആ ജിന്നെന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈമിനോട്. ഈ പുൽക്കൂട് മാത്രം സെറ്റ് ചെയ്യുന്നതല്ല, അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റാർ സെറ്റ് ചെയ്യുക, ട്രീ സെറ്റ് ചെയ്യുക. ആ ഡിസംബർ തുടങ്ങുമ്പോഴേ തുടങ്ങും പറയത്തില്ലേ, ഓൺലി ഫ്യൂ ഡേയ്സ് ഫോർ ക്രിസ്മസ് എന്നൊക്കെ. ഈ സെറ്റ് ചെയ്യുന്ന ടൈം മൊത്തം ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിലൂടെ ഇരുന്ന് കേട്ടോ. നിങ്ങൾ വീഡിയോ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞാനിങ്ങനെ കലവില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെ ഓരോ മൊമെൻറ്റ്സും ഷെയർ ചെയ്യുമായിരുന്നു. പണ്ട് ഒരു പക്ഷേ നമ്മളിൽ പലരും ട്രീ സെറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ട്രീ സെറ്റ് ചെയ്യുമ്പോഴോ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ആരല്ലേ ഓർക്കാത്തത്. അതും ഈ ഡിസംബർ എനിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഫേവറേറ്റ് ആണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ മാല ഇടുന്ന പരിപാടിയാണ് കേട്ടോ. മാല ഇട്ടിട്ട് നമ്മൾ ഓടി നടന്ന് തലങ്ങും വിലങ്ങും തിരിഞ്ഞു നോക്കി കേട്ടോ. ഇട്ടത് ശരിയായിട്ടുണ്ടോ, എവിടെയെങ്കിലും കുറവുണ്ടോ, ഏതെങ്കിലും ലൈറ്റ് കത്താതിരിപ്പുണ്ടോ, ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇതെല്ലാം എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ആവാനായിട്ട് ചിലപ്പോൾ എൻ്റെ വല്യപ്പനായിരിക്കും കേട്ടോ കാരണം. പുള്ളിയാണ് കൊച്ചിലെ ഞങ്ങളെ കൊണ്ട് പോയി പുൽക്കൂടുണ്ടാക്കുന്നതും പുല്ല് ചെത്തുന്നതും ട്രീ സെറ്റ് ചെയ്യിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന് മുൻകൈ എടുക്കുന്നത് എൻ്റെ വല്യപ്പനായിരുന്നു കേട്ടോ. അതുകൊണ്ടെന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്.